ഈദ്ഗാഹിൽ മുഴങ്ങിയ തക്ബീറുകൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് നേർവഴി കാണിച്ചതിന് നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തുക, അല്ലാഹുവിന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് 29 ദിവസം നോമ്പെടുക്കാൻ കഴിഞ്ഞതിന്, അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യം നൽകിയതിന് അല്ലാഹുവിന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തക്ബീർ മുഴക്കുക എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആത്മീയത എല്ലാ കാലത്തും പ്രസക്തമായ കാര്യമാണ്. ആത്മീയതയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു കാലവുമില്ല. കാപട്യമില്ലാത്ത ആത്മീയത, സമ്പൂർണ്ണ ചൈതന്യമുള്ള ആത്മീയത ഇന്നും എന്നും ആവശ്യമാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ. എപ്സ്റ്റീൻ ഫയലുകൾ മുന്നോട്ട് വെക്കുന്ന ജീർണതയുടെ ഒരു സംസ്കാരമുണ്ട്. അതാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയലുകൾ മുന്നോട്ട് വെക്കുന്ന ജീർണതയുടെ സംസ്കാരത്തെ പ്രതിരോധിക്കാൻ സഹോദരങ്ങളെ, ശരിയായ ആത്മീയതയ്ക്ക്, കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ ആത്മീയതയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ച് ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന കാലമാണിത്. ലോകത്തെ വൻകിട രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും സെലിബ്രിറ്റികളുടെയും ക്രിമിനൽ പ്രവർത്തനങ്ങൾ എപ്സ്റ്റീൻ ഫയലുകളിലൂടെ ലോകത്തിനു മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചോ എല്ലാ സെലിബ്രിറ്റികളെ കുറിച്ചോ അല്ല പറയുന്നത്, എല്ലാ കലാകാരന്മാരെ കുറിച്ചോ അല്ല പറയുന്ന, ബിസിനസ്സുകാരെ, ഇവരിലെല്ലാം നല്ലവരായ മാതൃകാ ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ലോകത്തെ ചില വമ്പന്മാരുടെ വൈകൃതങ്ങൾ വ്യക്തമാക്കുന്നതാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാലലൈംഗിക കുറ്റകൃത്യങ്ങളിലും അതിനേക്കാളൊക്കെ ഭീകരമായ പല കുറ്റകൃത്യങ്ങളിലും പല വമ്പന്മാരും ഏർപ്പെട്ടതിന്റെ വാർത്തകളാണ് സഹോദരങ്ങളെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്ര മാന്യനും വിശുദ്ധനുമായി നടന്നിട്ടും ഇങ്ങനെയെല്ലാം ആയിരുന്നോ ഇയാളുടെ രഹസ്യ ജീവിതം എന്ന് ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആധുനിക ഭൗതിക സാഹചര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളും എല്ലാം തന്നെ മനുഷ്യനെ മൃഗീയവും പൈശാചികവുമായ വികാരങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ ആത്മീയതയാണ് ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്. കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ എന്നതിന് നമ്മൾ അടിവരയിടണം. അങ്ങനെയുള്ള ആത്മീയതയാണ് പരിഹാരം. സഹോദരങ്ങളെ, നമ്മുടെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും അല്ലാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധമാണ് ആ ആത്മീയത എന്ന് പറയുന്നത്. പടച്ചറബ്ബ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ഒരു ശക്തി ലോകത്തുണ്ട് എന്നാണ് ഈ ആത്മീയത ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.